ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണൻ സമാധാനം ചെയ്യുന്നിടത്ത് സമാധാനം ചെയ്തിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്നിടത്ത് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഗീത യോഗത്തെയാണ് പറയുന്നത്. ശരി തന്നെ, ഗീതയിലെ കൃഷ്ണൻ അല്ല, വ്യവഹാരത്തിൽ കൃഷ്ണൻ. ചില രാജാക്കന്മാരുമായി നീണ്ടകാലം യുദ്ധം ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ അവിടെ കൃഷ്ണൻ്റെ വ്യവഹാരിക മണ്ഡലം സ്ഥിതപ്രജ്ഞൻ്റേതല്ല, മറിച്ച് അതിശക്തനായ യോദ്ധാവിൻ്റേതാണ്. രാമനും ജ്ഞാനിയായിരുന്നു. എന്നാൽ രാവണൻ, കുംഭകർണന്മാരടക്കം സകല രാക്ഷസന്മാരെയും കൊന്നൊടുക്കി. രാമൻ. ജരാസന്ധവധം കൃഷ്ണന് വളരെ വേണ്ടപ്പെട്ടതായിരുന്നു. അവിടെ ഭീമനെ മറ്റൊരു വേഷം കെട്ടിച്ചാണ് ജരാസന്ധവധം നടപ്പിലാക്കിയത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആയുധമെടുക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത കൃഷ്ണൻ ഭീഷ്മരുടെ നേർക്കുള്ള അർജുനൻ്റെ മെല്ലെപ്പോക്കിനെയും കണ്ടിട്ട് ക്രൂരതനായി സുദർശനവുമായി രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ഭീഷ്മരുടെ നേരെ തിരിയുന്നുണ്ട് കൃഷ്ണൻ. അവിടെ സത്യപ്രതിജ്ഞയ്ക്കും സ്വപ്രതിജ്ഞ പോലും ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി വേണ്ടെന്ന് വെച്ചവനാണ് ഭഗവാൻ. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവനെ യോഗം പഠിപ്പിച്ചു കൊടുക്കാമെന്നു കരുതിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. സമാധാനം വേണ്ടിടത്ത് സമാധാനം, യോഗം വേണ്ടിടത്ത് യോഗം, അടി കൊടുക്കേണ്ടിടത്ത് ശക്തമായ അടി. ഇതായിരുന്നു കൃഷ്ണൻ്റെ നയം. വ്യവഹാരത്തിൽ കൊണ്ടുവന്ന് പരമാർത്ഥികമായ അദ്വൈതത്തെ കലക്കരുത്. രണ്ടും ഒരിക്കലും ചേർന്ന് നിൽക്കുന്നതല്ല. പരമാർത്ഥികം ആന്തരികമായ നിശ്ചലതയാണെങ്കിൽ വ്യവഹാരികം നിങ്ങളുടെ കർമ്മമണ്ഡലമാണ്. സ്വധർമ്മത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം ഗീത സമ്പൂർണമായി നിരസിക്കുന്നു. ആണും പെണ്ണും കെട്ടവനായി നിൽക്കാതെ സകലതും എനിക്ക് സമർപ്പിച്ചിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾക്ക് നേരെ അമ്പു ചെയ്യൂ അർജുന എന്നാണ് കൃഷ്ണൻ്റെ ഉപദേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.